നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കേൾക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ അത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും 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 നമ്മുടെ മുമ്പിലെത്തും. പക്ഷെ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തത്തുമില്ല. ആ ഭവിഷ്യത്ത് അല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നിലവിളിക്കുന്ന നിരവധി പേരെ നമ്മൾ ദിവസവും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഫോൺ ഉപയോഗിക്കുന്നവരെ കുറിച്ചാണ്. സ്വകാര്യതയില് ഫോൺ ഉപയോഗിക്കുന്നവർ വളരെ അധികമാണ് നമ്മളുടെ ഇടയിൽ. വളരെ കുഞ്ഞു പ്രായം മുതലാണ് പലപ്പോഴും ഇത് ഉപയോഗിക്കാൻ പലരും തുടങ്ങുന്നത്. 12-13 വയസ്സിലൊക്കെയാണ് മിക്കവാറും ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഈ പുതിയ ജെൻസീസും ജെൻ ആൽഫാസും ഒക്കെ വളരെ കോമൺ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർക്കത് ഇഷ്ടമാണ് എന്നൊക്കെ അവരും ചിന്തിക്കുന്നു, നമ്മളും കരുതുന്നു. പക്ഷെ ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്, ഒരു മസ്തിഷ്കത്തിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും അവർക്ക് മനസ്സിലാവത്തില്ല. വളരെ വലിയ ഒരു ഉത്തേജിത വസ്തുവാണ് ഫോൺ. ആ രംഗത്ത് റിസർച്ച് ചെയ്തിട്ടുള്ളവർ ഉപയോഗിക്കുന്ന വാക്ക് ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്നാണ്. ഉത്തേജിത മരുന്നുകളെക്കാളും കൂടുതലായിട്ട് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നു. അവന്റെ ചിന്തകളെയും പ്രവർത്തികളെയും സ്വാധീനിക്കുന്നു. അതിന് ഡിപ്പെൻഡൻസി ഉണ്ട്. ഉത്തേജിത മരുന്നുകൾ ഉപയോഗിക്കുമ്പം ഒരു ഡോസ് ഉപയോഗിച്ച് അടുത്ത ഡോസ് അതിലും കൂടുതൽ വേണ്ടതുപോലെ തന്നെ ഫോൺ ഉപയോഗിക്കുമ്പോഴും ഒരു ദിവസം ഉപയോഗിച്ചത് അടുത്ത ദിവസം മതിയാകാതെ വരുന്നു. ഒരു ദിവസം കണ്ട വ്യക്തിയെ അടുത്ത ദിവസം കണ്ടാൽ മതിയാവാതെ വരുന്നു. അപ്പൊ വേറെ സീൻ വേണം, വേറെ പോസ് വേണം, വേറെ രീതികൾ വേണം. ഇത് പെട്ടെന്ന് തന്നെ നമ്മളുടെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ കാരണം ആ വ്യക്തിക്ക് ശീലമായി മാറുന്നു. അവസാനം ഇത്തരം ആളുകൾ, ഫോൺ ഉപയോഗിക്കുന്നവര് വിവാഹിതരാകുമ്പോൾ അവർക്ക് അവരുടെ പാർട്ട്ണറോട്, അവരുടെ പങ്കാളിയോട് അവരുടെ തലച്ചോറ് യാതൊരു തരത്തിലും കോപ്പറേറ്റ് ചെയ്യില്ല. പങ്കാളിയെ അവർക്ക് സ്വയം പങ്കാളിയായിട്ട് സ്വീകരിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും. ഫോൺ ഉപയോഗിക്കുന്നവർ അതുകൊണ്ട് വിവാഹം കഴിക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്നവർക്ക് അവരുടെ മുമ്പിലെത്തുന്ന കേസുകൾ നിരവധിയാണ്. മിക്കവാറും കേസുകളുടെ ഒരു വില്ലൻ വേഷവും ഈ പോണോഗ്രഫിക്കാണ്. അതിനുള്ള കാരണം ഇത് ഉപയോഗിക്കുന്നത് മൂലം ഇവരുടെ തലച്ചോറ് ഡീസെൻസിറ്റൈസ്ഡ് ആവും. സ്ക്രീനിനോട് അവരുടെ ആവശ്യങ്ങൾ സ്ക്രീൻ വഴി നിർവഹിച്ചിരുന്നവർ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ അത് സാധ്യമല്ലാതെ വരും. ഇതിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തുക എന്നുള്ളത്. ഈ രംഗത്ത് റിസർച്ച് ചെയ്യുന്നവർ പറഞ്ഞിട്ടുള്ളത് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി 5-6 മാസങ്ങൾ കൊണ്ട് അവരുടെ തലച്ചോറ് പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ്. ആ ഒരു വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ. പോണോഗ്രഫി മറ്റു പല വിധത്തിലും ഒരു വ്യക്തിയെ, ഉപഭോക്താവിനെ കുഴപ്പത്തിലാക്കും. അത്തരം ഒരു കേസ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ആ കേസിലെ കഥാപാത്രം 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ്. അവന് 1 വർഷത്തിന് മുമ്പ് അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ, പ്രായപൂർത്തിയായിട്ടില്ല, ആലോചിക്കണം, ഗേൾ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ അവന്റെ അച്ഛന്റെ ബൈക്കും എടുത്ത് രാത്രി 12 മണിക്ക് പോയി. ഹെൽമെറ്റ് ഉപയോഗിച്ചിരുന്നില്ല. ആക്സിഡന്റ് ആയി. ആൾക്ക് കാല് പോയി. വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന കുടുംബം. ഒരു വിധത്തിൽ അവര് ഹോസ്പിറ്റലിൽ നിന്ന് അവനെ ഡിസ്ചാർജ് ചെയ്ത് അവനെ റിക്കവർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് അവൻ വാക്കർ ഉപയോഗിച്ച് നടക്കാനൊക്കെ തുടങ്ങി. പക്ഷെ വെറുതെ ഇരിക്കുകയാണ്, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അയ്യോ പാവമെന്ന് വിചാരിച്ച് ആളുകൾ അവനൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. അതോടുകൂടി അവൻ മൊബൈൽ ഫോൺ ആവുന്നത്ര ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അവൻ നിരന്തരം കംപ്ലൈന്റ് ആണ്. അവനിപ്പം ഹൃദയസ്തംഭനം വരും, അവനിപ്പം മരിച്ചു പോവും, അവന് ശ്വാസം മുട്ടുന്നു. ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ പോയി ഒരു ഗ്ലൂക്കോസ് ഒക്കെ ഇട്ട് തിരിച്ചുവിടും. അവന്റെ എല്ലാ ആന്തരിക അവയവങ്ങളും നോർമൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവന് ഈ ശ്വാസം മുട്ടുന്നു, അവന്റെ ഹൃദയം ഇപ്പം നിന്നു പോകുന്നു എന്നൊക്കെ തോന്നുന്നത്? അവന്റെ തലച്ചോറിൽ നിന്നുള്ള സന്ദേശങ്ങള് തെറ്റിപ്പോയി. എന്റെ അടുത്തെത്തിയ ഈ കേസ്, ഞാൻ ഇവന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അവൻ മൊബൈൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഇവൻ പറഞ്ഞത് ഇവൻ ഫോൺ ഉപയോഗിക്കുമെന്ന്. സങ്കടം എന്താന്ന് വെച്ചാൽ അവന്റെ അമ്മ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് പോണോഗ്രഫി എന്താണെന്ന് പോലും അറിയില്ല.
പക്ഷെ ഈ പയ്യൻ ദിവസവും ഇത് നോക്കി നോക്കി ഇത് ഉപയോഗിച്ചത് മൂലമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലെത്തിയത്. ഇത് സാധാരണ ഫോൺ യൂസേഴ്സ് ഒക്കെ അവസാനം എത്തുന്ന ഒരവസ്ഥയാണ്. ഇത് ഈ ഹൈപ്പർ സ്റ്റിമുലേഷൻ കൊണ്ട് സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അവനെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അവനത് നിർത്താനുള്ള ഒരു മനസ്സ് കാണിച്ചു. സാധാരണഗതിയിൽ ഈ ഫോൺ യൂസേഴ്സ് അങ്ങനെ പെട്ടെന്ന് നിർത്തത്തില്ല. അവനത് നിർത്താൻ മനസ്സ് കാണിച്ചു. അവൻ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ അവന്റെ ശ്വാസം മുട്ടലൊക്കെ കുറഞ്ഞു. എന്താണെങ്കിലും അവൻ വീണ്ടും സ്കൂളിലേക്ക് പോവാൻ പഠിക്കാം. കാരണം അവന് കാലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, കയ്യും മറ്റ് ശരീരത്തിനൊന്നും ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. പഠിക്കണം, ജോലി ചെയ്യണം എന്നൊക്കെ അവന് തോന്നി. അതൊരു വലിയ കാര്യം. ഇത് ഞാൻ ഷെയർ ചെയ്യാനുള്ള കാരണം പല ഫോൺ ഉപഭോക്താക്കൾക്കും ഇതിന്റെ ഭവിഷ്യത്ത് അറിയില്ല. ഈ ഭവിഷ്യത്ത് അറിയുന്ന നമ്മൾ ഇത് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു.